ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊക്കോ മരമാണ്. ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ കൊക്കോ മരത്തിൽ നിന്നാണ്. ബാക്കി വീഡിയോസിലേക്ക് നമുക്ക് പോയാലോ? ഇത് നമ്മൾ അടുത്ത ആളുടെ അടുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കൊക്കോ മരം കണ്ടോ, വിളഞ്ഞതുണ്ട്, ചെറുതുണ്ട്, കുറേ ഉണ്ട്. ഇത് പരിചയപ്പെടുത്തി തരാമേ. ഇത് അതിൻ്റെ ചെറിയ പൂക്കളാണ്. ആദ്യം ഈ പൂവായിരിക്കും, അതിനുശേഷം നമുക്ക് ആ പൂ ഇങ്ങനെ വിടന്ന് ഇതുപോലെ പൂക്കളാവും. അതിനുശേഷമുള്ള ആളുണ്ടല്ലോ, ഇവിടെ ഇച്ചിരി ഉണങ്ങി കൊട്ടനടിച്ച് നിൽക്കുക. അതിനുശേഷമുള്ള ആളിനെ കാണിച്ചു തരാം. ഇതുപോലാകും, പിന്നെ ഇങ്ങനെ ബിഗാവും. ഇത് നമുക്ക് എന്തിനാ ഇപ്പൊ ഇത് എന്ത് പാകോ? ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ, പഴുക്കുന്നതിന് മുമ്പ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റിയ പാകം ഇതല്ലേ? ഇത് നമുക്ക് പറിച്ചാലോ? വേണ്ട, അമ്മച്ചോട് ചോദിച്ചിട്ട് പറിക്കാം. കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്. നമുക്ക് കൊക്കോ മരിക്കാം, എന്നിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കാം. വെറുതെ പൈസ ഒന്നും കളയണ്ടല്ലേ. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കാം, നമ്മുടെ അമ്മച്ചി ഉണ്ടാക്കും. ആ വീഡിയോയിലേക്ക് നമുക്ക് പിന്നെ പോവാം. ഡീറ്റെയിൽസ് ഒക്കെ അമ്മച്ചിനോട് ചോദിക്കാം. ഞാൻ ഇതേപോലെ ഒരു സംഭവം കണ്ടു, ഒരു ജെല്ല് കണ്ടു. ഇത് കണ്ടോ, ഇതെന്താ പറയുക, കറയാണോ അതോ കൊക്കോയുടെ ഇങ്ങനെ വെടിഞ്ഞ് കയറുമ്പോ കണ്ടോ, ഒരു ആൽഗെ പോലെ എന്തോ ഒരു ഫംഗസ് അങ്ങനെയൊക്കെ തോന്നുന്നല്ലേ. എനിവേ സൂപ്പർ അല്ലേ. ഇത് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാം. 1 കിലോയ്ക്ക് എന്തോ നല്ല 200 രൂപ എന്തൊക്കെ ഉണക്കിയൊക്കെ വിൽക്കാം. എന്തായാലും ഇതുകൊണ്ടൊരു ചോക്ലേറ്റ് നമുക്ക് ഉണ്ടാക്കണം അല്ലേ. ഹലോ, ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു കൊട്ടനടിച്ചു പോയ ഒരു കറുത്തത്. ആ ഒരു പരുവം ഇതാണേ. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് വേറൊരു മരമാണ്. അതിൻ്റെ അകത്തും നമ്മൾ ഇപ്പോൾ കിട്ടിയതാണ്. അപ്പം ആ ഒരു കറക്റ്റ് പരുവം കാണിക്കാനായിട്ട് കിട്ടിയൊരു മരം. അപ്പം ഞാൻ അതും പോയി ഷൂട്ട് ചെയ്തു നിങ്ങളെ. അപ്പം എനിക്കെല്ലാം അതിൻ്റെ ഓരോ സ്റ്റേജസും, കൊക്കോൻ്റെ ഓരോ ഗ്രോയിങ് സ്റ്റേജസും, വളരുന്ന ആ സ്റ്റേജസും കാണിക്കാൻ പറ്റുമല്ലോ. അപ്പം മനസ്സിലായല്ലോ. അതുപോലെ ഇത് കണ്ടോ, കവറൊക്കെ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് പക്ഷികളൊക്കെ വരും. അപ്പം കുറച്ചൊക്കെ അവർക്ക് നമുക്ക് കൊടുക്കാം, കുറച്ച് നമുക്ക് സേഫ് ആക്കി വെക്കണ്ടായോ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ വളം എന്തോ ഇടാന്ന്. നമ്മുടെ അപ്പച്ചനൊക്കെ ചാരമൊക്കെ ഇതിന് വളമായിട്ട് കൊണ്ടിട്ടേക്കോ. കണ്ടോ, കൊക്കോ മരം അടിപൊളി, നല്ല ഭംഗിയുണ്ട്. 4 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം. അതാ ഒരു പ്രോഫിറ്റ് അല്ലേ. ഭയങ്കര ഇത്. ചിലതൊക്കെ കേടായി പോകും കണ്ടോ, ഇങ്ങനൊക്കെ കിടക്കും അല്ലേ. അതെ, ഇതിങ്ങനെ കിടന്ന ഇതായി പോവും, കൊതുകൊക്കെ. അമ്മച്ചി കൊക്കോ മരം അല്ലെങ്കിൽ അതുകൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാന്നൊക്കെ ഞാൻ കേട്ടു. അമ്മച്ചിക്ക് കൊക്കോ മരത്തെ പറ്റിയും ആ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? കൊക്കോ കാവെടുത്ത് കഴിയുമ്പം അതിന്റെ കായെടുത്ത് പൊളിച്ച് തൊലി കളയും. തൊലി കളഞ്ഞിട്ട് അതിനെ എടുത്ത് വെള്ളത്തിൽ ഇടണം. വെള്ളത്തിൽ ഇട്ട് അതിന്റെ കട്ട് കളയണം. കട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കമാർപ്പ് കഴിക്കുന്ന അത് കളഞ്ഞിട്ട് നമുക്ക് അതെടുത്ത് മിക്സിയിലോ വല്ലതും ഇട്ട് അരയ്ക്കണം. അരച്ച് അതിന് പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് അടുപ്പേ വെച്ച് കുറുക്കണം. കുറുക്കി കഴിഞ്ഞിട്ടാണ് മുട്ടായി ഉണ്ടാക്കുന്നത്. കുറുക്കി നല്ല പരുവത്തിന് അരച്ചെടുക്കണം. അരച്ചെടുത്ത് എന്തുമാത്രം ഉണ്ടാക്കുന്നു? നമുക്ക് 1 കിലോ ഉണ്ടാക്കിയാലോ? 1 കിലോ ഉണ്ടാക്കണമെങ്കിൽ ഒരു 3 കായ എടുത്താൽ മതി. ഒരു എളുപ്പത്തിലുള്ള, അങ്ങ് മഞ്ഞയാവുന്നതിന് മുമ്പ് അല്ലേ? 3 കായ എടുത്താൽ മതി. അതിന്റെ കായും കൊണ്ട് നമുക്ക് മുട്ടായി ഉണ്ടാക്കാം. 1 ലിറ്റർ പാലും പഞ്ചസാര 1 കിലോ മതിയോ? 1 കിലോ മതി. എല്ലാം കൂടെ ചേർത്ത് അരച്ച് കലക്കണം. കലക്കി അടുപ്പേ വെച്ച് പിന്നെ കുറുക്കുക. കുറുക്കി കഴിയുമ്പം
വെള്ളം പറ്റി കഴിയുമ്പം അതുവരെ അത് അടുപ്പ വെച്ച് ഇങ്ങനെ ഇളക്കണം. ഒരു കിൻഡാലിയൻ ചട്ടിയൊക്കെ ആണെങ്കിൽ കട്ടിയുള്ളതാണ് നല്ല. നമ്മള് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അതിന്റെ അടുത്തൊന്നും മാറില്ല. അവസാനം ഇത് പറ്റുന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കുക, പഞ്ചസാര മതിയോ നിർത്ത്, പഞ്ചസാര ആവശ്യത്തിന് ചേർക്കുക. പിന്നെ കുഞ്ഞു കുഞ്ഞ് ബോൾസോ നല്ല സ്വാദിഷ്ടമായ നല്ല ഉണ്ടാക്കാൻ പറ്റും. അമ്മച്ചി, ഇനിയും എനിക്ക് കൊക്കോ മരം എത്ര വർഷം എടുക്കും കായ്ഫലം തരാൻ? നമുക്ക് കൊക്കോയുടെ എന്തോ തൈയാണോ കുരുവാണോ നടുന്നേ, അതൊക്കെ ഒന്ന് പറയാമോ? കൊക്കോ വാങ്ങി നമ്മൾ കിളിപ്പിക്കുക, കിളിപ്പിച്ച് അയ്യത്ത് നടുക. എന്നിട്ട് നട്ട് കഴിയുമ്പോഴാണ് അത് മരമായിട്ട് വരുന്നത്. എത്ര വർഷം എടുക്കും? 2-3 വർഷമൊക്കെ മതി. വളം എന്തൊക്കെ ഇടണ്ടേ? വളം ചാണകപ്പൊടിയും ചാരവും ചാണകവും കൈ കിട്ടുന്ന എല്ലാ വളങ്ങളും ഇടും. അമ്മച്ചി എന്താണേലും പറഞ്ഞത് ഒത്തിരിയും പേർക്ക് ഇൻഫർമേറ്റീവായിട്ടൊരു കാര്യമാണ്. അപ്പം ഓരോരുത്തരൊക്കെ ചെയ്തു തുടങ്ങട്ടെ. നല്ലൊരു കാര്യമാണ് പറഞ്ഞത്.